Students, Managerial Economics. Today our topic, what are the features of Managerial Economics and what are the importance of Managerial Economics. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചിരിക്കുന്ന ടോപ്പിക്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രീവിയസ് 2 ക്ലാസ്സുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഫസ്റ്റ് വൺ ഈസ് മാനേജീരിയൽ എക്കണോമിക്സ്, ഇൻട്രൊഡക്ഷൻ ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് ആൻഡ് എക്കണോമിക്സിൻ്റെ ഡെഫിനിഷൻസ്, അതുപോലെ തന്നെ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാക്രോ എക്കണോമിക്സ് ആൻഡ് മൈക്രോ എക്കണോമിക്സ്. ഇത്രയും ടോപ്പിക്കാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. Then next one is what are the important features and characteristics of managerial economics. Number no, what is the meaning of managerial economics? Managerial economics comprises 2 terms. Then first one is managerial, that means management, and second one is economics. So the meaning of managerial economics, the economic principles and techniques are applied in managerial area for decision making process. That is called as managerial economics. അപ്പോൾ കുട്ടികൾക്ക് അറിയാം, ഇപ്പോൾ 1-2 ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്, ചില എക്കണോമിക്സിൻ്റെ ചില കോൺസെപ്റ്റുകളോ ചില ടെക്നിക്സോ പ്രിൻസിപ്പിൾസോ മാനേജ്മെൻറ്റിനെ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ന്യൂ ബ്രാഞ്ച് ഓഫ് സ്റ്റഡി, അല്ലേ? മുൻപുണ്ടായിരുന്നതിൽ നിന്ന് ഒരു പുതിയ പഠനശാഖയാണ് ഇത് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇത്രയും നമുക്കറിയാം. ദെൻ വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് എന്നുള്ളതാണ്. ഫീച്ചേഴ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്തിരി കൂടെ ഈസി ആയിട്ട് നമുക്ക് എപ്പോഴും ഓർക്കാൻ എല്ലാം നമുക്ക് എഴുതാം അതിൽ. അതായത് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ പോയിൻറ്റ്സും ഇവിടെ എഴുതാം. ദെൻ മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ ഫീച്ചേഴ്സിൽ നിങ്ങൾക്ക് എഴുതാം. ദെൻ വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ ദെൻ ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് ഈസ് മൈക്രോ എക്കണോമിക്സ് ഇൻ നേച്ചർ. ഫീച്ചേഴ്സിലെ ഫസ്റ്റ് വൺ ഈസ് മൈക്രോ എക്കണോമിക് ഇൻ നേച്ചർ. മൈക്രോ എക്കണോമിക് ഇൻ നേച്ചർ എന്ന് പറയുമ്പോൾ മൈക്രോ എക്കണോമിക്സ്. ദെൻ ഫസ്റ്റ് വൺ ഈസ് വൺ ഓഫ് ദി ഫീച്ചർ ഈസ് മാനേജീരിയൽ എക്കണോമിക്സ്. മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് മൈക്രോ എക്കണോമിക്സ് ഇൻ നേച്ചറാണ്. മൈക്രോ എക്കണോമിക്സ് ഇൻ നേച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ മൈക്രോ എക്കണോമിക്സ് എന്താണെന്ന് പഠിച്ചു. മൈക്രോ എക്കണോമിക്സ് ഈസ് എ നാരോവർ കോൺസെപ്റ്റ്, ഇറ്റ് ഈസ് എ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ്, ഇറ്റ് ഈസ് എ തിയറി ഓഫ് ഫേം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഏത് പഠിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ മാക്രോ എക്കണോമിക്സ് ആൻഡ് മൈക്രോ എക്കണോമിക്സ്. മൈക്രോ മീൻസ് സ്മോൾ, നാരോ എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റാണ്. അപ്പോൾ മാക്രോ എക്കണോമിക്സ് അല്ല മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മൈക്രോ ഇൻ നേച്ചർ, സ്മോൾ ഇൻ നേച്ചർ. ദെൻ അതിൽ നമുക്ക് സ്മോൾ ഇൻ നേച്ചർ, ദാറ്റ് മീൻസ് managerial economics is microeconomic in nature. This is so because studies the problem of particular business unit. It is the economics of firm. It does not study the problem of entire economy. അതായത് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ അലോക്കേഷൻ ഓഫ് സ്കേഴ്സ് റിസോഴ്സസ് എന്നൊക്കെ പറയും നമ്മളതിൽ, അല്ലേ? അതായത് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് ദെൻ അപ്ലിക്കേഷൻ ഓഫ് എക്കണോമിക് തിയറിയാണ്. അതായത് എക്കണോമിക്സ് എന്ന് പറയുന്ന വൈഡർ കോൺസെപ്റ്റിൻ്റെ ചില ഏരിയാസ് മാത്രമാണ് മാനേജ്മെൻറ്റിൽ അപ്ലൈ ചെയ്യുന്നതിനെയാണ് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ നേരോ കോൺസെപ്റ്റ് എന്ന് പറയാം. ഇറ്റ് ഡസ് നോട്ട് സ്റ്റഡി ദ പ്രോബ്ലം ഓഫ് എൻറ്റയർ എക്കോണമി. നമ്മുടെ രാജ്യത്തുള്ള മുഴുവൻ എക്കണോമിക് സിറ്റുവേഷനെ കുറിച്ചിട്ടൊന്നും നമ്മളെവിടെ പഠിക്കുന്നില്ല, മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പഠിക്കുന്നില്ല. അതായത് ഫീച്ചേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് മാനേജീരിയൽ എക്കണോമിക്സ്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത, എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് ഈസ് മൈക്രോ എക്കണോമിക്സ് ഇൻ നേച്ചർ, ഇറ്റ് ഈസ് സ്മോൾ ഇൻ നേച്ചർ. ദെൻ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നമ്മൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ മാനേജീരിയൽ എക്കണോമിക്സ് ഈസ് മൈക്രോ എക്കണോമിക് ഇൻ നേച്ചർ. ദിസ് ഈസ് സോ ബിക്കോസ് ഇറ്റ് സ്റ്റഡീസ് ദ പ്രോബ്ലം ഓഫ് പർട്ടിക്കുലർ ബിസിനസ് യൂണിറ്റ്. ഇവിടെ നമ്മൾ വിശദമായിട്ട് ഇന്ത്യൻ എക്കോണമിയെക്കുറിച്ചൊന്നും പഠിക്കുന്നില്ല. നമ്മൾ ആകെ പഠിക്കുന്ന വളരെ ചെറിയൊരു കാര്യമാണ്. എന്ത് മാത്രമേ പഠിക്കുന്നുള്ളൂ? ഇറ്റ് സ്റ്റഡീസ് ദ പ്രോബ്ലം ഓഫ് പർട്ടിക്കുലർ ബിസിനസ് യൂണിറ്റ്. ഒരു ബിസിനസ് യൂണിറ്റിനെ കുറിച്ച് പഠിക്കുന്നു, ഒരു ബിസിനസ് യൂണിറ്റിൻ്റെ പ്രോബ്ലംസിനെ കുറിച്ച് പഠിക്കുന്നു. തിയറി ഓഫ് ഫേം, തിയറി ഓഫ് കോസ്റ്റ്, ഇതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് ഇത് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയാം. ഒരു ബിസിനസ് സ്ഥാപനത്തെക്കുറിച്ച് പഠിക്കുന്നതാണ് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയാം.
then it does not study the economy, entire economy. ഇന്ത്യൻ എക്കോണമിയെ കുറിച്ച് മുഴുവനായിട്ടും പഠിക്കുന്നില്ല. അപ്പോൾ വൺ ഓഫ് ദി ഫീച്ചർ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് മൈക്രോ ഇൻ നേച്ചറാണ്. ദെൻ സെക്കൻഡ് വൺ ഈസ് നോർമാറ്റീവ് സയൻസ്. നോർമാറ്റീവ് സയൻസ്, സെക്കൻഡ് പോയിന്റ് ഈസ് നോർമാറ്റീവ് സയൻസ്. നോർമാറ്റീവ് സയൻസ്. Then normative science le managerial economics is a normative science. Then it is what is good and what is bad. That is, it is a normal process, what is good and what is bad. It is concerned with what management should do under particular circumstances. ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇത് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ നോർമാറ്റീവ് സയൻസ്. ഇറ്റ് ഡിറ്റർമിൻസ് ദ ഗോൾസ് ഓഫ് ദി എൻ്റർപ്രൈസ്. ഇറ്റ് ഡെവലപ്സ് ദ വേസ് ടു അച്ചീവ് ദീസ് ഗോൾസ്. മാനേജീരിയൽ എക്കണോമിക്സ് വി ആർ ഇൻട്രസ്റ്റഡ് in what should happen rather than what does happen. അതായത് ഇപ്പോൾ നിങ്ങൾ ഇത്ര മനസ്സിലാവുന്നത് ഇറ്റ് ഈസ് എ നോർമൽ സയൻസ്, പ്രാക്ടിക്കൽ സയൻസ് എന്നൊക്കെ പറയാം. നോർമൽ സയൻസ് ആണ്. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് വാട്ട് മാനേജ്മെൻറ്റ് ഷുഡ് ഡു അണ്ടർ പർട്ടിക്കുലർ സർക്കംസ്റ്റാൻസസ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാനേജ്മെൻറ്റ് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാതിരിക്കേണ്ടത് എന്നൊക്കെ തീരുമാനിക്കാനായിട്ട് മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എക്കണോമിക്സ് ആണ് ഇത് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ദെൻ അവിടെ വരുമ്പോൾ അതായത് എത്രമാത്രം ഇനി വേരിയബിൾ കോസ്റ്റ് കൂട്ടേണ്ടതുണ്ടോ, ഫിക്സഡ് കോസ്റ്റ് എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് മാക്സിമം പ്രൊഡക്ഷനിലേക്ക് എത്തിക്കുക, മിനിമം. അതായത് നമുക്ക് എപ്പോഴും അറിയാം, നമ്മൾ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് ഈസ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ നമുക്കറിയാം എന്താ, ഇറ്റ് ഈസ് എ റിട്ടേൺ ഓഫ് അല്ലേ, നമുക്ക് കിട്ടുന്ന റിട്ടേണിനെയാണ് എന്താ പറയുക, ബിസിനസ്സിൻ്റെ റിട്ടേണിനെയാണ് നമ്മളെന്താ പറയുക, പ്രതിഫലത്തെയാണ് നമ്മളെന്താ പറയുന്നത് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഈ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, പ്രോഫിറ്റ് നമുക്ക് മാക്സിമൈസ് ചെയ്യണമെങ്കിൽ ദെൻ അവിടെ കോസ്റ്റ് റിഡക്ഷൻ വേണം. കോസ്റ്റ് റിഡ്യൂസ് ചെയ്തുകൊണ്ട് മാക്സിമം പ്രോഫിറ്റിലേക്ക് ആ സ്ഥാപനത്തെ എത്തിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള ചില ഡിസിഷൻസ് എടുക്കാനായിട്ട് മാനേജ്മെൻറ്റിനെ സഹായിക്കുന്ന ഒരു പഠനശാഖയാണ് ഇത് എക്കണോമിക്സ് എന്ന് പറയുന്നത്. സോ സെക്കൻഡ് പോയിന്റ് ഈസ് ഇറ്റ് ഈസ് നോർമാറ്റീവ് സയൻസ്. മാനേജീരിയൽ എക്കണോമിക്സ് ഈസ് എ നോർമാറ്റീവ് സയൻസ്. It is concerned with what management should do under particular circumstances. ഈ സിറ്റുവേഷനിൽ മാനേജ്മെൻറ്റ് എന്താ ചെയ്യേണ്ടത്? ബിസിനസ് വളരെ ക്രൈസിസിലാണെങ്കിൽ ആ ബിസിനസ് അടച്ചു പൂട്ടണോ, അതോ നമുക്ക് ചെറിയ പ്രോഡക്റ്റുകളായിട്ട് മുന്നോട്ട് പോകണോ, ഏതായിരിക്കും ബിസിനസ്സിന് അനുയോജ്യമായിട്ടുള്ള സാഹചര്യം എന്താണ്? ഇതിനെ വിലയിരുത്തിക്കൊണ്ട് അവിടെ ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് മാനേജ്മെൻറ്റിനെ സഹായിക്കുന്ന വൺ ഓഫ് ദി ടെക്നിക്സ് ആണ് ഇത് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചു. ദെൻ മാനേജീരിയൽ എക്കണോമിക്സ് ഈസ് എ മൈക്രോ എക്കണോമിക്സ് ഇൻ ക്യാരക്ടർ, മൈക്രോ എക്കണോമിക്സ് അതായത് മൈക്രോ ഇൻ നേച്ചർ. സെക്കൻഡ് പോയിന്റ് നമ്മൾ പഠിച്ചു ഇറ്റ് ഈസ് എ നോർമാറ്റീവ് സയൻസ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് നോർമൽ സയൻസ് എന്ന് പറയാം. ഇറ്റ് ഈസ് എ പ്രാക്ടിക്കൽ സയൻസ് എന്നൊക്കെ പറയാം. എന്ന് പറയുന്ന പോലത്തെയാണ് നോർമാറ്റീവ് സയൻസ് എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് മാനേജീരിയൽ എക്കണോമിക്സ് ഈസ് എ pragmatic in nature. Pragmatic means practical എന്നർത്ഥം. Third point is pragmatic. Pragmatic പ്രായോഗികമായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക പ്രാക്ടിക്കലായിട്ടുള്ള എന്നൊക്കെ പറയാം. മാനേജീരിയൽ എക്കണോമിക്സ് ഈസ് എ പ്രാഗ്മാറ്റിക് ഇൻ നേച്ചർ. ഇറ്റ് കോൺസെൻട്രേറ്റ് ഓൺ മേക്കിംഗ് എക്കണോമിക് തിയറി മോർ അപ്ലിക്കേഷൻ ഓറിയൻറ്റഡ്. ദാറ്റ് മീൻസ് ഇറ്റ് ട്രൈസ് ടു സോൾവ് managerial problems to their day-to-day functioning of business enterprises. Then the practical, what is pragmatic എന്ന് പറയാനുള്ള കാരണം എന്താണ്? It tries to solve managerial problems. മാനേജ്മെൻറ്റ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് ട്രൈസ് ടു സോൾവ് മാനേജീരിയൽ പ്രോബ്ലംസ് ടു ദെയർ ഡേ ടു ഡേ ഫങ്ഷനിങ് ഓഫ് ബിസിനസ് എൻ്റർപ്രൈസസ്. സോ എക്കണോമിക് തിയറി ഈസ് എ മോർ അപ്ലിക്കേഷൻ ഓറിയൻറ്റഡ്. തേർഡ് പോയിന്റിൽ പ്രാഗ്മാറ്റിക് എന്ന് പറയാനുള്ള കാരണം എന്താണ്? പ്രാക്ടിക്കൽ, ടു ബി പ്രാക്ടിക്കൽ എന്നുള്ളതാണ്. ടു ബി പ്രാക്ടിക്കൽ എന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ്. പ്രാക്ടിക്കൽ. കുട്ടികൾ ഇത് വായിച്ച് നോക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള മീനിങ്സ് ഒക്കെ വായിച്ച് നോക്കുക. അപ്പോൾ മൈക്രോ എക്കണോമിക്സിൻ്റെ ഫീച്ചേഴ്സ് ഫസ്റ്റ് വൺ ഈസ് മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ ഫീച്ചേഴ്സിലെ ക്യാരക്ടറിസ്റ്റിക്സിലെ ഫസ്റ്റ് വൺ ഈസ് മൈക്രോ എക്കണോമിക്സ് ഇൻ നേച്ചർ. സെക്കൻഡ് പോയിന്റ് നോർമാറ്റീവ് സയൻസ്. ഇറ്റ് ഈസ് എ നോർമൽ സയൻസ്. മാനേജ്മെൻറ്റ് വാട്ട് ഷുഡ് ബി ഡൺ ഓർ ഷുഡ് നോട്ട് ഡൺ എന്ന് പറയുന്ന ആ ഒരു ഡിസിഷൻ എടുക്കുന്നതിനെയാണ് എന്താ പറയുക നോർമാറ്റീവ് സയൻസ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് പോയിന്റ് പ്രാഗ്മാറ്റിക്. ദാറ്റ് മീൻസ് ടു ബി പ്രാക്ടിക്കൽ. ഇറ്റ് ഈസ്
അപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് എന്നൊക്കെ പറയും. അപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് അതാണ് ഇത്. ദെൻ പ്രാഗ്മാറ്റിക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഈസ് it is prescriptive in nature. Prescriptive. Then fourth point is prescriptive in nature. Prescriptive. Then നമ്മൾ സാധാരണ രീതിയിൽ പ്രിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോൾ ടു പ്രൊവൈഡ് സൊല്യൂഷൻ ടു സെർട്ടൻ പ്രോബ്ലംസ്, ടു പ്രൊവൈഡ് സൊല്യൂഷൻസ് ടു സോൾവ് സം പ്രോബ്ലംസ്. ചില പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ചില സൊല്യൂഷൻസിനെയാണ് നമ്മൾ എന്താ പറയുക, പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുക. സോ മാനേജീരിയൽ എക്കണോമിക്സ് ഈസ് പ്രിസ്ക്രിപ്റ്റീവ് ഇൻ നേച്ചർ റാദർ ദാൻ ഡിസ്ക്രിപ്റ്റീവ്. നമ്മൾ വിശദമായിട്ടൊന്നും പഠിക്കുന്നില്ല, ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്. അപ്പോൾ ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. It is helpful for forward planning. കണ്ടോ. ദെൻ ഇവിടെ ഇറ്റ് ഈസ് ഡിസ്ക്രിപ്റ്റീവ് ഇൻ നേച്ചർ. ഇറ്റ് പ്രിസ്ക്രൈബ് സൊല്യൂഷൻ ടു ദ വേരിയസ് ബിസിനസ് പ്രോബ്ലംസ്. അപ്പോൾ ബിസിനസ്സിൽ ഉണ്ടാകാവുന്ന ചില പ്രോബ്ലംസ്. അപ്പോൾ എന്തൊക്കെ ബിസിനസ്സിൽ പ്രോബ്ലംസ് ഉണ്ടാവാം? ഒരുപാട് പ്രോബ്ലംസ് ബിസിനസ്സിലുണ്ടാവാം. ബിസിനസ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും റിസ്ക് ആൻഡ് അൺസെർട്ടാനിറ്റി. ഇറ്റ് ഇൻവോൾവ്സ് റിസ്ക് ആൻഡ് അൺസെർട്ടാനിറ്റി. എപ്പോഴും ബിസിനസ്സിൽ എന്താണ്, നഷ്ടസാധ്യതകളും അനിശ്ചയാവസ്ഥകളാണ് ബിസിനസ്സിലുണ്ടാവുക, അല്ലേ? ഇപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ, COVID-19 ഒക്കെ നടക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ബിസിനസ്സൊക്കെ നേരിടുന്ന ക്രൈസിസ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ക്രൈസിസാണ്. ഇതിനെങ്ങനെ ഓവർകം ചെയ്യും, എങ്ങനെ നമുക്ക് ടു ബി പ്രാക്ടിക്കൽ എങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും? അപ്പോൾ നമ്മൾ അവിടെ എന്തൊക്കെ ഡിസിഷൻസാണ് എടുക്കേണ്ടി വരിക? അതേപോലെ തന്നെ കോമ്പറ്റീഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അല്ലേ? ചില പ്രോഡക്റ്റുകളുടെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ, അതായത് വില കൂടിക്കഴിഞ്ഞാൽ, റോ മെറ്റീരിയൽസിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യും? ഇങ്ങനെ ബിസിനസ്സിൽ എപ്പോഴും എന്താണ്, എല്ലാ രീതിയിലും പല മേഖലയിൽ നിന്നുള്ള പ്രോബ്ലംസ് ആയിരിക്കും. സോ മാനേജീരിയൽ എക്കണോമിക്സ് ഹെൽപ്സ് ടു വൺ ഓഫ് ദി ടെക്നിക്ക് ഈസ് മാർജിനൽ കോസ്റ്റിംഗ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല, നിങ്ങൾ ഇനി വരുന്ന ക്ലാസ്സുകളിലൊക്കെ മാർജിനൽ കോസ്റ്റിംഗ് ഒക്കെ അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ പഠിക്കും. അതായത് ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, CVP അനാലിസിസ്, കോസ്റ്റ് വോള്യം ആൻഡ് പ്രോഫിറ്റ് അനാലിസിസ്. കോസ്റ്റ് വോള്യം ആൻഡ് പ്രോഫിറ്റ് അനാലിസിസ് നമുക്കറിയാലോ. CVP അനാലിസിസ് ഒക്കെ വൺ ഓഫ് ദി ബെസ്റ്റ് എക്സാമ്പിളാണ്. CVP അനാലിസിസ്, കോസ്റ്റ് വോള്യം പ്രോഫിറ്റ് അനാലിസിസ്. വോള്യം ഓഫ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും തോറും നമുക്ക് കോസ്റ്റ് റിഡ്യൂസ് ചെയ്യും, സെയിം ടൈം പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യും, ഇല്ലേ? നമ്മൾ സാധാരണ പറയാറുണ്ട്, ഈ വോള്യൂം ഓഫ് ഔട്ട്പുട്ട് കൂടുന്തോറും നമ്മളൊരു 10 യൂണിറ്റ് എടുക്കുന്ന കോസ്റ്റും ഒരു 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എടുക്കുന്ന കോസ്റ്റുകളൊക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ചില സിറ്റുവേഷൻസിലെ കൂടുതൽ ബൾക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നിടത്ത് നമുക്ക് ഒരുപാട് എക്കോണമീസ് ഉണ്ട് എന്ന് പറയാറുണ്ട്. കേട്ടിട്ടുണ്ടല്ലോ, ഇത് ബൾക്ക് പ്രൊഡക്ഷനാണ്, ഹോൾസെയിൽ ഷോറൂമിൽ നിന്നൊക്കെ നമുക്ക് വളരെ കുറച്ച് വിലയ്ക്ക് കിട്ടും എന്നൊക്കെ പറയുമ്പോൾ ആ ബൾക്ക് എന്ന് പറയുന്ന ആ ഒരു വേർഡ്, അതായത് വോള്യൂം ഓഫ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് എക്കോണമീസ്, സ്കെയിൽ ഓഫ് എക്കോണമീസിൽ അവർക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് അവൈലബിൾ ആണ്. ദെൻ അതുകൊണ്ടാണ് അവിടെ എന്ത് പറയുന്നത്, വോള്യൂം ഓഫ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും തോറും കോസ്റ്റ് റിഡ്യൂസ് ചെയ്യും. കോസ്റ്റ് റിഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മാക്സിമൈസ് ചെയ്യും, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യും. നമ്മൾ 10 രൂപയ്ക്ക് വിൽക്കേണ്ട ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ 12 രൂപയ്ക്ക് വിൽക്കേണ്ട ഒരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് 10 രൂപയാണെങ്കിൽ 2 രൂപ പ്രോഫിറ്റ് ഇട്ടിട്ടായിരിക്കും നമ്മൾ 12 രൂപയ്ക്ക് ആ പ്രൊഡക്റ്റ് വിൽക്കുന്നുണ്ടാവുക. പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനായിട്ട് സെല്ലിംഗ് പ്രൈസ് നമ്മൾ ഒരിക്കലും ഇൻക്രീസ് ചെയ്യാനായിട്ട് പാടില്ല. അതായത് 12 രൂപയുടെ പ്രൊഡക്റ്റ് വേണമെങ്കിൽ നമുക്ക് 15 രൂപയ്ക്ക് വിൽക്കാം, അല്ലെങ്കിൽ 13 രൂപയ്ക്ക് വിൽക്കാം. അങ്ങനെ വരുമ്പോൾ അത് മാർക്കറ്റിൽ കോമ്പറ്റീഷൻ റേസ് ചെയ്യും, ഡിമാൻഡ് ഫെയിലിയർ ഫോളോ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്, ഡിമാൻഡ് ഫെയിലിയർ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം സിറ്റുവേഷൻസിൽ നമുക്ക് പ്രോഫിറ്റ് 3 രൂപയെങ്കിലും കിട്ടിയാൽ മാത്രമേ ബിസിനസ്സിൻ്റെ സർവൈവൽ ആൻഡ് എക്സിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നിലനിൽക്കുന്നുള്ളൂ. എങ്കിൽ നമ്മളൊരിക്കലും പ്രോഫിറ്റ് മാർജിൻ മാക്സിമൈസ് ചെയ്യാനായിട്ട് സെല്ലിംഗ് പ്രൈസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് പാടില്ല എന്നാണ് നമ്മൾ പഠിക്കുക. അവിടെ നമ്മൾ പഠിക്കുന്ന ടെക്നിക്സ് കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്സാണ്. നമുക്ക് 3 രൂപ ലാഭം കിട്ടണമെന്നുണ്ടെങ്കിൽ 10 രൂപയുടെ കോസ്റ്റ് നമ്മൾ 9 രൂപയിലേക്ക് മാറ്റണം. 9 രൂപയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ 3 രൂപ നമുക്ക് അവിടെ എന്ത് കിട്ടും, പ്രോഫിറ്റ്, അതായത് 3 രൂപ പ്രോഫിറ്റ് മാർജിൻ അറൈസ് ചെയ്യും. അവിടെ ഞാൻ പറഞ്ഞിട്ടുള്ള CVP അനാലിസിസ് വൺ ഓഫ് ദി എക്സാമ്പിൾ മാത്രമാണ്. ഇങ്ങനെയുള്ള ചില ടെക്നിക്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, മാനേജ്മെൻറ്റിന് ശരിയായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കുമെന്ന് പറയാം. അപ്പോൾ ഇവിടെ മാനേജീരിയൽ എക്കണോമിക്സ് ചില കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ, മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ കോൺസെപ്റ്റ്സൊക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ, മൈക്രോ എക്കണോമിക്സ്, നോർമാറ്റീവ് സയൻസ്, ദെൻ പ്രാഗ്മാറ്റിക് ഇൻ നേച്ചർ, പ്രിസ്ക്രിപ്റ്റീവ് ഇൻ നേച്ചർ. നമ്മൾ സാധാരണ പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന വേർഡ് നമ്മൾ എപ്പോഴാണ് കേൾക്കാറുള്ളത്, ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ, ആ വേർഡ് നമ്മൾ നന്നായിട്ട് കേട്ടിട്ടുണ്ട്. പ്രിസ്ക്രിപ്ഷൻ, ആ പ്രിസ്ക്രിപ്ഷൻ എന്താ, നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ അസുഖം മാറ്റാനായിട്ടുള്ള
ചില സജഷൻസ് അല്ലെങ്കിൽ ഏതൊക്കെ മെഡിസിനാണ് കഴിക്കേണ്ടതെന്ന് പറയുന്ന പ്രിസ്ക്രിപ്ഷൻ. ആ പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രശ്നം എന്താണോ അതിനുള്ളൊരു സൊല്യൂഷനാണത്, അല്ലേ? അതേപോലെ തന്നെ നിങ്ങളുടെ പ്രോബ്ലംസ് എന്താണോ ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ചില സൊല്യൂഷൻസ് ഉണ്ട്. ദെൻ ആ സൊല്യൂഷൻസ് അവിടെയാണ് നമ്മളെന്ത് പറയുന്നത്, മാനേജീരിയൽ എക്കണോമിക്സ് ഈസ് എ പ്രിസ്ക്രിപ്റ്റീവ് ഇൻ നേച്ചർ. മാനേജീരിയൽ എക്കണോമിക്സ് ഈസ് പ്രിസ്ക്രിപ്റ്റീവ് റാദർ ദാൻ ഡിസ്ക്രിപ്റ്റീവ്. വിശദമായിട്ട് പറയുന്നതിനേക്കാളും നല്ലത് വളരെ ചെറുതായിട്ട് പ്രിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുന്ന രീതിയിൽ പ്രിസ്ക്രിപ്റ്റീവ് ഇൻ നേച്ചർ. ഇറ്റ് പ്രിസ്ക്രൈബ് സൊല്യൂഷൻ ടു വേരിയസ് ബിസിനസ് പ്രോബ്ലംസ്. ഒരുപാട് ബിസിനസ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നതാണ്. സോ ഇറ്റ് ഈസ് എ പ്രിസ്ക്രിപ്റ്റീവ് ഇൻ നേച്ചർ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇറ്റ് ഈസ് എ തിയറി ഓഫ് ഫേം. ഇറ്റ് ഈസ് തിയറി ഓഫ് ഫേം. അതായത് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ തിയറി ഓഫ് ഫേം. ഇതൊരു നമ്മൾ പറഞ്ഞിട്ട് മാനേജീരിയൽ എക്കണോമിക്സ് ഈസ് എ തിയറി ഓഫ് ഫേം, തിയറി ഓഫ് ഇൻഡിവിജ്വൽ, തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്നൊക്കെ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ദ സ്റ്റഡി ഓഫ് എൻറ്റയർ എക്കോണമി. അതായത് അഗ്രിഗേറ്റ് ഇൻകം, നാഷണൽ ഇൻകം, ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ല. നമ്മൾ എക്കണോമിക്സിൻ്റെ വിശദമായിട്ടുള്ള മറ്റു തലങ്ങളെക്കുറിച്ചൊന്നോ ഇന്ത്യൻ എക്കോണമിയിൽ വരുന്ന അതിനെക്കുറിച്ച് നമ്മൾ മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രിസ്ക്രിപ്റ്റീവ് ഇൻ നേച്ചർ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇവിടെ പറയുന്നത് ഇറ്റ് ഈസ് എ തിയറി ഓഫ് ഫേം. ഒരു ഇറ്റ് ഈസ് എ തിയറി ഓഫ് ഫേം, ഇറ്റ് ഈസ് എ തിയറി ഓഫ് ഓർഗനൈസേഷൻ, ഇറ്റ് ഈസ് എ തിയറി ഓഫ് ഇൻഡിവിജ്വൽസ് ഓർ ഇറ്റ് ഈസ് എ തിയറി ഓഫ് കൺസ്യൂമർ. കണ്ടോ, ഒരു കൺസ്യൂമർ അനാലിസിസ്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കൺസ്യൂമർ ബിഹേവിയർ. നമ്മളെപ്പോഴാണ് ഒരു കൺസ്യൂമർ ആവുന്നത്, നമ്മളെപ്പോഴാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ കസ്റ്റമർ ആവുന്നത്, നമ്മുടെ ബിഹേവിയർ എന്താണോ ദറ്റ് ഈസ് കോൾഡ് ആസ് കസ്റ്റമർ ബിഹേവിയർ ഓർ കൺസ്യൂമർ ബിഹേവിയർ. ബിഹേവിയറൽ ആറ്റിറ്റ്യൂഡ് ഓഫ് എ കൺസ്യൂമർ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുക. ഇറ്റ് ഈസ് എ തിയറി ഓഫ് എ ഫേം എന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ദാറ്റ് മീൻസ് managerial economics is a special branch of economics to bridge the gap between economic theory and managerial practice. So it is the body of economic concept principles towards solving the business problem. അതായത് then it is the managerial economics എന്ന് പറയുന്നത് യൂസ് ദ തിയറി ഓഫ് ഫേം എന്ന് പറയുന്നു. ഇറ്റ് ഈസ് എ തിയറി ഓഫ് ഫേം എന്ന് പറയുന്നുണ്ട്. തിയറി ഓഫ് ഫേം എന്ന് പറയാനുള്ള കാരണം എന്താണ്, ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഓർഗനൈസേഷൻ. മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഫിൽ ദ ഗ്യാപ്പ് ബിറ്റ്വീൻ, ഇറ്റ് സെർവ് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ എക്കണോമിക് കോൺസെപ്റ്റ് ആൻഡ് മാനേജീരിയൽ പ്രോബ്ലംസ്. കണ്ടോ, ഒരു തലത്തിൽ വേറൊരു ബ്രാഞ്ച് ആയിട്ടുള്ള എക്കണോമിക്സ് അവിടെ നിൽക്കുന്നുണ്ട്. എക്കണോമിക്സിൻ്റെതായ ഒരുപാട് കോൺസെപ്റ്റ്സുകളുണ്ട്. വേറൊരു തരത്തിൽ ബിസിനസ്സിൻ്റേതായിട്ടൊരു പ്രോബ്ലംസ് ഉണ്ട്. ഇത് രണ്ടും രണ്ട് എക്സ്ട്രീമിലാണ്. ഒന്ന് ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രോബ്ലംസ്, ഇത് വേറൊരു തലത്തിലും. മറ്റൊരു തലത്തിൽ ഒരുപാട് എക്കണോമിക് കോൺസെപ്റ്റുകളാണ്. അപ്പോൾ ഈ എക്കണോമിക് കോൺസെപ്റ്റുകളെ ഏതിലേക്ക് കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്യണത്, എക്കണോമിക് കോൺസെപ്റ്റുകളെ ഇതുമായിട്ട് മെർജ് ചെയ്യുകയാണ് ചെയ്യണത്. ഇറ്റ് ഈസ് എ സെർവ് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ എക്കണോമിക് കോൺസെപ്റ്റ് ആൻഡ് മാനേജീരിയൽ പ്രോബ്ലംസ്. അതായത് എക്കണോമിക്സിൻ്റെ ചില പ്രിൻസിപ്പിൾസ് എവിടെ അപ്ലൈ ചെയ്യുന്നു, മാനേജീരിയൽ ഏരിയാസിൽ അപ്ലൈ ചെയ്യുന്നു ടു സോൾവ് ദ ബിസിനസ് പ്രോബ്ലം, ടു സോൾവ് ദ ഓർഗനൈസേഷണൽ പ്രോബ്ലം. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് തിയറി ഓഫ് ഫേം. ഇപ്പോൾ മനസ്സിലായല്ലോ, അത് ബിസിനസ്സിൻ്റെ ചില പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് അതിനെന്തെന്ന് പറയുന്നത്, ഇറ്റ് ഈസ് എ തിയറി ഓഫ് ഫേം എന്നുള്ളത് പറയപ്പെടുന്നത്. Then next one is it is art and theory of firm എന്ന് പറഞ്ഞു. Next one is it is art and science. Art and science. Art and science എന്ന് പറയുമ്പോൾ മാനേജീരിയൽ എക്കണോമിക്സ്, നിങ്ങൾ മാനേജ്മെൻ്റ് ഒക്കെ പഠിച്ചിട്ടുള്ള കുട്ടികളായിരിക്കും. ബിസിനസ് മാനേജ്മെൻറ്റൊക്കെ +2 ലെവലിൽ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കുന്ന വേറൊരു കോർ പേപ്പറാണ് ഇത്, ബിസിനസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ ക്ലാസ്സിൽ സാധാരണ രീതിയിൽ 2 പേപ്പറാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു. അതായത് ബിസിനസ് മാനേജ്മെൻറ്റും മാനേജീരിയൽ എക്കണോമിക്സും. അപ്പോൾ ബിസിനസ് മാനേജ്മെൻറ്റ് പഠിക്കുമ്പോൾ തന്നെ ആ ബിസിനസ് മാനേജ്മെൻറ്റിൽ എന്ത് പഠിക്കുന്നതിന് മാനേജ്മെൻറ്റ് ഈസ് ആൻ ആർട്ട് ആൻഡ് സയൻസ്. അതായത് ഇതൊരു എക്സാക്ട് സയൻസ് ആണെന്ന് പറയാൻ പറ്റില്ല.
സയൻസ് എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കണം? ദ റിസൾട്ട് ഈസ് ദ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. കാര്യകാരണ സഹിതം വ്യക്തമാക്കാൻ കഴിയുന്നത് മാത്രമേ സയൻസ് എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരുപാട് ഊഹാപോഹങ്ങളൊന്നും നമ്മൾ എന്തായിട്ട് പറയാൻ പറ്റില്ല, അതൊരു സയൻസ് ആയിട്ട് അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല. എക്സാക്ട് സയൻസ് എന്ന് പറയുന്നത് ദ റിസൾട്ട് ഈസ് കോസ് ആൻഡ് ഇഫക്റ്റ്. നിങ്ങളിപ്പോൾ കെമിസ്ട്രി ഒക്കെ പഠിച്ചിട്ടുള്ള കുട്ടികളോ അല്ലെങ്കിൽ അതൊക്കെ പഠിച്ചിട്ടുള്ള കുട്ടികളല്ലേ, അവിടെ നിങ്ങൾക്കറിയാം രണ്ട് മിക്സസ് തമ്മിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന പ്രോഡക്റ്റ് കിട്ടുന്നു എന്ന് പറയുമ്പോൾ ഒരു സമയത്ത് അത് വേറൊന്നും, അത് H2O എന്നൊക്കെ പറയുമ്പോൾ അത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ ആയിരിക്കണം. അത് വൺ ഓഫ് ദി എക്സാമ്പിളാണത്. 2 + 3 = 5. അത് 2, 3 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 5 എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും അത് തന്നെയാണ്. അല്ലാതെ ഒരു സമയത്ത് അതിന് 6 എന്ന് പറയുന്ന ആൻസറോ ഒരു സമയത്ത് 10 എന്ന് പറയുന്ന ആൻസറോ കിട്ടുന്നില്ല. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സയൻസ് എന്ന് പറയുമ്പോൾ, എക്സാക്ട് സയൻസ് എന്ന് പറയുമ്പോൾ ദറ്റ് ഈസ് കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. കാര്യകാരണ സഹിതം അത് വ്യക്തമാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ അതെന്താവുന്നുള്ളൂ, സയൻസ് ആയിട്ട് മാറുന്നുള്ളൂ. പക്ഷേ ഇവിടെ മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് സയൻസ് ആണോ? പൂർണ്ണമായിട്ടും നമുക്ക് എന്തെന്ന് പറയാൻ പറ്റില്ല, സയൻസ് ആണെന്ന് പറയാൻ പറ്റില്ല. സോ ഇറ്റ് ഇസ് ആൻ ആർട്ട്. അത് ഒരു ആർട്ടാണ്. ആർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എത്രമാത്രം ഏറ്റവും നല്ല നോളജുള്ള ഒരു വ്യക്തി പോലും ചില ഡിസിഷൻസിൽ ചിലപ്പോൾ പതറി പോകാറുണ്ട്. സോ ഇറ്റ് ഇസ് ആൻ ആർട്ട്. നമുക്ക് എത്രമാത്രം നമ്മൾ മാനേജ്മെൻറ്റ് എസ് എ പ്രൊഫഷൻ, മാനേജ്മെൻറ്റ് എസ് എ സയൻസ് എന്നൊക്കെ പറയും. പക്ഷെ നമുക്ക് ഒരുപാട് പ്രൊഫഷണൽസോ അല്ലെങ്കിൽ ഒരുപാട് തിയററ്റിക്കലോ നോളജോ ഒക്കെ ഉണ്ടെങ്കിൽ കൂടെ അത് ശരിയായിട്ടുള്ള രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നിടത്താണ് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് ആൻ ആർട്ട് ആൻഡ് സയൻസ് എന്ന് പറയുമ്പോൾ മാനേജറിയൽ എക്കണോമിക്സ് ഈസ് ബോത്ത് സയൻസ് ആൻഡ് ആർട്ട്. ആസ് എ സയൻസ് it establishes relationship between cause and effect by collecting, classifying and analyzing the fact and figures, basic certain principles. Managerial economics is an art also. It is a study of art of decision making of the firm. Managerial economics എന്ന് പറയുന്നത് ശരിക്കും ഇതിനൊരു cause and effect relationship ഉണ്ട്. So it is a science. Cause and effect relationship എന്ന് പറയുമ്പോൾ കാര്യകാരണ സഹിതം നമുക്ക് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം, സയൻസ് എന്ന് പറയാം. അപ്പോൾ സയൻസ് മാത്രമല്ല, ഇറ്റ് ഈസ് ആൻ ആർട്ട്. എത്ര അറിവുള്ളവരും ചില സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങളാണ് ആ ബിസിനസ്സിൻ്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്, ആ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. നല്ല ശരിയായിട്ടുള്ള രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കണം. സോ മാനേജറിയൽ എക്കണോമിക്സ് ഇസ് ആൻ ആർട്ട് ഓൾസോ. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ദ ആർട്ട് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ഇറ്റ് ഈസ് എ ആർട്ട് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. നമുക്കറിയാലോ, ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. വാട്ട് ഈസ് മീൻ ബൈ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ സെലക്ട് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫ്രം വേരിയസ് ഓൾട്ടർനേറ്റീവ്സ്. ഒരുപാട് ചോയ്സസിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നിനെ തിരഞ്ഞെടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ദെൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എന്ന് പറയാം. എപ്പോഴും നമ്മൾ തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറയുന്നത് എപ്പോഴും ചോയ്സസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അല്ലേ? അതിൽ ഇതാണോ ചെയ്യേണ്ടത്, ഇതാണോ ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ട്, ഈ ബിൽഡിംഗ് നമ്മൾ റെൻറ്റിന് കൊടുക്കണോ, നമുക്ക് ബിസിനസ് നടത്തണോ, വേറെ എന്താ അത് ചെയ്യേണ്ടത്, ഏതാണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള. സോ അവിടെ എന്തുണ്ട്, ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. ഈ ഓൾട്ടർനേറ്റീവ്സിന് ബെസ്റ്റ് വൺ സെലക്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. സോ മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്തുകൂടിയാണ്, മാനേജീരിയൽ എക്കണോമിക്സ് ഇസ് എ സയൻസ് ആസ് വെൽ ആസ് ആർട്ട്. അതൊരു ആർട്ട് കൂടിയാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് uses of macroeconomics. Uses of macroeconomics. Uses of macroeconomics. Macroeconomics എന്ന് പറയുമ്പോൾ macroeconomics ഓൾസോ യൂസ്ഫുൾ ടു മാനേജീരിയൽ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സ് കൂടെ നമ്മൾ മാനേജീരിയൽ എക്കണോമിക്സിൽ യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ദെൻ മാനേജീരിയൽ എക്കണോമിക്സ് ടേക്സ് ദ ഹെൽപ്പ് ഓഫ് മാക്രോ എക്കണോമിക്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ എക്സ്റ്റേണൽ കണ്ടീഷൻസ് സച്ച് ആസ് ബിസിനസ് സൈക്കിൾ, നാഷണൽ ഇൻകം, ദെൻ എക്കണോമിക് പോളിസീസ് ഓഫ് ഗവൺമെൻറ് എക്സെട്ര. അതായത് അവിടെ ഗവൺമെൻറ്റിൻ്റെ എക്കണോമിക് പോളിസീസ്, നാഷണൽ ഇൻകം, ബിസിനസ് സൈക്കിൾ, ഇതെന്നൊക്കെ പറയുന്നത് മാക്രോ എക്കണോമിക്സ് ആണ്. ഇതെല്ലാം ഏതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, മൈക്രോ എക്കണോമിക്സ് ആയിട്ട് മാനേജീരിയൽ എക്കണോമിക്സിനെ
അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ യൂസസ് ഓഫ് മാക്രോ എക്കണോമിക്സ് കോൺസെപ്റ്റ്, അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? മാക്രോ എക്കണോമിക്സ് കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാക്രോ എക്കണോമിക്സ് കോൺസെപ്റ്റിന് ഏതാ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ വൺ ഓഫ് ദി എക്സാമ്പിൾ ഈസ് ബിസിനസ് സൈക്കിൾ, നാഷണൽ ഇൻകം, ഗവൺമെൻറ്റിൻ്റെ ദെൻ ഗവൺമെൻറ് പോളിസീസ്, എക്കണോമിക് പോളിസീസ് ഓഫ് ഗവൺമെൻറ്, എക്കണോമിക് പോളിസീസ്, അതായത് ഇപ്പോൾ പ്രൈവറ്റൈസേഷൻ വന്നു, ദെൻ അത്തരത്തിലുള്ള ചില ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ, ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ചില പോളിസികളാണ്. ഇത് പോളിസീസ് എന്ന് പറയുമ്പോൾ പോളിസീസ് ആർ ദ ഗൈഡ് ലൈൻസ്, ചില കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ചില ഗൈഡ് ലൈൻസിനെയാണ് എന്ന് പറയുന്നത് പോളിസീസ് എന്ന് പറയുന്നത്. ഈ പോളിസീസ് എപ്പോഴും റിജിഡ് ആയിരിക്കില്ല. പോളിസീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒബ്ജക്റ്റീവ്സിനനുസരിച്ച് ആ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ചില നയങ്ങളെയാണ് നമ്മൾ എന്താ പറയുക? പോളിസീസ് എന്ന് പറയുക. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഗൈഡ് ലൈൻസ്. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവല്ലോ. ദെൻ സെവൻത്ത് പോയിന്റ് ഈസ് യൂസസ് ഓഫ് മാക്രോ എക്കണോമിക്സ്. മാനേജീരിയൽ എക്കണോമിക്സ് ഓൾസോ യൂസ് ദ മാക്രോ എക്കണോമിക്സ് കോൺസെപ്റ്റ് സച്ച് ആസ് ബിസിനസ് സൈക്കിൾ, നാഷണൽ ഇൻകം, ദെൻ എക്കണോമിക് പോളിസീസ് ഓഫ് ഗവൺമെൻറ് എക്സെട്ര. ഒരു ബിസിനസ് സ്ഥാപനത്തിന് നിലനിൽക്കണമെങ്കിൽ ചുറ്റുപാടുകളെക്കുറിച്ച് അറിയണം, എൻവയോൺമെൻറ്റിനെ കുറിച്ച് അറിയണം, അല്ലേ, എക്കണോമിക് എൻവയോൺമെൻറ്റിനെ കുറിച്ച് അറിയണം, എക്കണോമിക് പോളിസികളെ കുറിച്ച് അറിയണം. ഇങ്ങനെയുള്ള ചുറ്റുപാടുകളെ കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ ഒരു ബിസിനസ്സിന് നിലനിൽക്കാനായിട്ട് സാധിക്കുള്ളൂ, അല്ലേ. അങ്ങനെ നിലനിൽക്കണമെങ്കിൽ അത്തരം കോൺസെപ്റ്റുകൾ, ഇനി എന്താ നാഷണൽ ഇൻകം, അഗ്രിഗേറ്റ് ഇൻകം, ഇതിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് എങ്ങനെയാണ് ബിസിനസ്സിനെ സ്വാധീനിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ കോൺസെപ്റ്റുകളൊക്കെ മാക്രോ എക്കണോമിക്സ് കോൺസെപ്റ്റുകളാണ്. ഈ മാക്രോ എക്കണോമിക് കോൺസെപ്റ്റുകൾ കൂടെ നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നുണ്ട്? മാനേജീരിയൽ എക്കണോമിക്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞു യൂസസ് ഓഫ് മാക്രോ എക്കണോമിക്സ്. യൂസസ് ഓഫ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ യൂസസ് ഓഫ് മാക്രോ എക്കണോമിക്സ് കോൺസെപ്റ്റ് ഇൻ മാനേജീരിയൽ എക്കണോമിക്സ്. ദ നെക്സ്റ്റ് വൺ ഈസ് ഇറ്റ് ഈസ് റിയലിസ്റ്റിക് വൺ. അതായത് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു ഇമാജിനറി കോൺസെപ്റ്റ് അല്ല. സോ ഇറ്റ് ഈസ് എ റിയലിസ്റ്റിക് വൺ. നമ്മൾ പഠിക്കുന്നത് ദെൻ 8th പോയിന്റ് ഈസ് റിയലിസ്റ്റിക് വൺ. റിയലിസ്റ്റിക് വൺ ആണോ? റിയലിസ്റ്റിക് വൺ എന്ന് പറയുന്നത് മാനേജീരിയൽ എക്കണോമിക്സ് ഈസ് റിയലിസ്റ്റിക് വൺ. അതൊരു ഇമാജിനറി കോൺസെപ്റ്റ് അല്ല. മാനേജീരിയൽ എക്കണോമിക്സ് റിയലിസ്റ്റിക് വൺ എന്ന് പറയുന്നത്, മാനേജീരിയൽ എക്കണോമിക്സ് ഈസ് എ റിയലിസ്റ്റിക് സയൻസ്. ഇറ്റ് സ്റ്റഡീസ് ഓൾ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ബിസിനസ് ഓർഗനൈസേഷൻസ് ബൈ കൺസിഡറിങ് ദ റിയൽ കണ്ടീഷൻസ് പ്രിവൈലിംഗ് ഇൻ ദ ബിസിനസ് വേൾഡ്. അതായത് അതൊരു റിയൽ സിറ്റുവേഷനെ ഫേസ് ചെയ്യാനെടുക്കുന്ന ചില ടെക്നിക്സോ ചില സൊല്യൂഷൻസും ഒക്കെയാണ് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ റിയലിസ്റ്റിക് വൺ. Then next one is only means to an end. Only means to an end. 9th point. Only means to an end. ഇവിടെ ഓൺലി മീൻസ് ടു ആൻ എൻഡ് എന്ന് പറയുന്നിടത്ത് ദെൻ മാനേജീരിയൽ എക്കണോമിക്സ് ഡസ് നോട്ട് പ്രൊവൈഡ് റെഡിമെയ്ഡ് സൊല്യൂഷൻ ടു ഓൾ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ എ ഫേം. മാനേജീരിയൽ എക്കണോമിക്സ് ഡസ് നോട്ട് പ്രൊവൈഡ് റെഡിമെയ്ഡ് സൊല്യൂഷൻ. അവിടെ പറയുന്നത് എല്ലായ്പ്പോഴും മാനേജീരിയൽ എക്കണോമിക്സ് ഒരേ രീതിയിലുള്ള റെഡിമെയ്ഡ് സൊല്യൂഷൻസ് അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്. അന്ന് അവിടെ എങ്ങനെയായിരുന്നു, ആ ബിസിനസ്സിൽ എങ്ങനെയായിരുന്നു, അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുന്നതല്ല. സോ ദെൻ ഇറ്റ് പ്രൊവൈഡ്സ് ഓൺലി ദ logic and a methodology to find out answers to managerial problems. It provides only the logic and methodology to find out answer to the managerial problems. That means managerial economics does not solve any problem directly. Managerial economics does not provide or does not solve എനി പ്രോബ്ലം ഡയറക്റ്റ്ലി. നേരിട്ടിട്ട് അവിടെ ചെയ്ത പോലെ തന്നെ ഇവിടെ ചെയ്യാം എന്ന് പറയുന്നൊരു സൊല്യൂഷനല്ല. ദെൻ മാനേജീരിയൽ എക്കണോമിക്സ് ഹെൽപ്സ് ടു മാനേജ്മെൻറ്റ് ഫോർ തിങ്കിങ് പ്രോസസ്, ലോജിക്കൽ തിങ്കിങ്, വളരെ ബുദ്ധിപൂർവ്വം നമുക്ക് ചിന്തിക്കാനും ദെൻ മെത്തഡോളജി ടു ഫൈൻഡ് ഔട്ട് ആൻസേഴ്സ് ടു മാനേജീരിയൽ പ്രോബ്ലംസ്. ഈ മാനേജീരിയൽ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാനുള്ള ചില മെത്തഡോളജീസ് യൂസ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ഇവിടെ അപ്പോൾ നമുക്ക് 9th പോയിന്റ് വരെയായിട്ടുള്ളൂ പ്രിസ്ക്രിപ്റ്റീവ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് മൾട്ടിഡിസിപ്ലിനറി. 10th പോയിന്റ് ഈസ്
multidisciplinary. 10th പോയിന്റ് നിങ്ങൾ എഴുതിക്കോളാം, മൾട്ടി ഡിസിപ്ലിനറി എന്ന് കൂടെ എഴുതിക്കോളാം കേട്ടോ. 10th പോയിന്റ് മൾട്ടി ഡിസിപ്ലിനറിയിലെ മാനേജീരിയൽ എക്കണോമിക്സ് മേക്സ് യൂസ് ഓഫ് മോസ്റ്റ് മോഡേൺ ടൂൾസ്, മാത്തമെറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഓപ്പറേഷൻ റിസർച്ച് എക്സെട്ര. അതായത് മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയുമ്പോൾ ചില ഡിസിപ്ലിൻസ് കൂടെ എക്കണോമിക്സിൽ ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. സോ മാനേജീരിയൽ എക്കണോമിക്സ് ക്ലോസ്ലി റിലേറ്റഡ് ടു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഫാക്റ്റ് ആൻഡ് ഫിഗേഴ്സ് ആണ് അല്ലേ. ഇന്നിപ്പോൾ നമ്മളൊരു കാര്യം പറയാണ്, അതായത് നമ്മുടെ ഈ പഞ്ചായത്തിൽ ഇത്ര പേർക്ക് കോവിഡ് ഉണ്ട് എന്ന് വെറുതെ പറയാണ്. അത് പറയാണെന്ന് പറയുമ്പോൾ അത് വെറുതെ അങ്ങോട്ട് പറയാൻ പറ്റുമോ നമുക്ക്? ഇത്ര പേർക്ക് അസുഖമുണ്ട് വെറുതെ പറയാം? ഇല്ല. അവിടെ നമുക്ക് ഉണ്ടായിരിക്കണം എന്താ, സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടായിരിക്കണം അല്ലേ, ആക്യുറേറ്റ് ഡാറ്റാസ് ഉണ്ടായിരിക്കണം. എപ്പോഴാണ് നമുക്ക് അവിടെ എന്ത് പറയുക, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുക. അപ്പോൾ മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു സ്റ്റാറ്റിസ്റ്റിക്സ്, ഇറ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു മാത്തമെറ്റിക്സ്, ഇറ്റ് ക്ലോസ്ലി റിലേറ്റഡ് ടു ഓപ്പറേഷൻ റിസർച്ച്. അതായത് പല ടെക്നിക്സുമായിട്ട് ഇത് ഇൻ്റർ റിലേറ്റഡ് ആണ്. അല്ലാതെ മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരൊറ്റ പഠനശാഖ മാത്രമായിട്ട് നിലനിൽക്കാനായിട്ട് സാധിക്കില്ല. നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. നമ്മൾ പഠിക്കുന്നത് എന്താ, വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് ആണ്, വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് ആണ്. അപ്പോൾ ഒരു 10-12 പോയിന്റ് നമുക്ക് ഈസി ആയിട്ട് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റും. തിയറി ഓഫ് ഫേം, തിയറി ഓഫ് പ്രോഫിറ്റ് എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് സാധിക്കും. ദെൻ അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന പോയിന്റിലേക്ക് വരികയാണ്. 10 പോയിൻ്റാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് അപ്പോൾ ആദ്യം ഡെഫിനിഷൻ പറയണം. മാനേജീരിയൽ എക്കണോമിക്സ്, വാട്ട് ഈസ് മെന്റ് ബൈ മാനേജീരിയൽ എക്കണോമിക്സ്? മാനേജീരിയൽ എക്കണോമിക്സ് മീൻസ് ഇറ്റ് ഈസ് എ അപ്ലിക്കേഷൻ ഓഫ് എക്കണോമിക് തിയറീസ്, ടെക്നിക്സ് എക്സെട്ര ടു മാനേജീരിയൽ ഏരിയാസ് ഫോർ സോൾവിങ് ദ ബിസിനസ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് എക്കണോമിക്സിൻ്റെ ചില കോൺസെപ്റ്റുകളോ പ്രിൻസിപ്പിൾസോ മാനേജീരിയൽ ഏരിയയിൽ അപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് സെർവേസ് എ bridge between managerial economic concept and managerial areas. അതായത് ഇപ്പുറത്ത് നിൽക്കുന്ന ബിസിനസ് സ്ഥാപനവും ഇപ്പുറത്ത് നിൽക്കുന്ന മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു പഠനശാഖയും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജാണ് എന്തെന്ന് പറയുന്നത്, മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മാനേജീരിയൽ എക്കണോമിക്സ് എന്താണെന്ന് മനസ്സിലായി. ദ നെക്സ്റ്റ് വൺ ഈസ് വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ എക്കണോമിക്സ് ഇൻ നേച്ചർ. സോ ഇറ്റ് ഈസ് എ നേരോവർ കോൺസെപ്റ്റ്. സെക്കൻഡ് വൺ ഈസ് നോർമാറ്റീവ് സയൻസ്. ഇറ്റ് ഈസ് എ നോർമൽ സയൻസ്. മാനേജ്മെൻറ്റ്, വാട്ട് ഷുഡ് ബി ഡൺ, വാട്ട് ഷുഡ് നോട്ട് ബി ഡൺ, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടാത്തത് എന്നൊക്കെ പറയുന്ന നോർമൽ സയൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോർമൽ സയൻസിനെയാണ് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. Then next one is pragmatic, application oriented, to be practical. That is the meaning of pragmatic, to be practical. Then next one is it is prescriptive in nature. It provides some solution to solve the business problems. So it is prescriptive in nature. It prescribes solution to various business problems. Then next one is normative science, pragmatic, prescriptive, theory of a firm. Managerial economics is a theory of individual, theory of organization and theory of firm. Then it is helpful for profit maximization. It helps to reduce the cost of the organization and it is helpful for profit maximization. So theory of firm, അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. Then next one is it is an art and science. It is an art as well as science. The next one is uses of macroeconomics. Uses of macroeconomics means macroeconomic concepts are applied in managerial areas such as business cycle, then national income, economic policies, etc. These concepts are applied in managerial areas for decision making. So, the uses of macroeconomics concept in managerial economics. The next one is it is a realistic one. It does not an imaginary concept. Managerial economics is a realistic in nature. It is to be practical in nature. It എല്ലായ്പ്പോഴും it is always same solution to some problems. എല്ലായ്പ്പോഴും എന്ത് ചെയ്യുന്നില്ല, സെയിം പ്രോബ്ലംസ് സൊല്യൂഷൻസ് അല്ല അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. Then next one is only means to an end.
only means to an end എന്ന് പറയുന്നതിൽ it provides logic and methodology to find out answers to managerial problems. Then last one is multidisciplinary. It is closely the managerial economics, that branch is closely related to statistics, closely related to operation research, closely related to linear programming, etc. Mathematics, etc. ഡിഫറെൻറ്റ് ബ്രാഞ്ചുകളുമായിട്ട് മാനേജീരിയൽ എക്കണോമിക്സ് ക്ലോസ്ലി റിലേറ്റഡ് ആണ്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ദെൻ ഇനി ഒരു ചെറിയ ടോപ്പിക് കൂടെ നമുക്ക് എടുക്കാം. വാട്ട് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ എക്കണോമിക്സ് ആൻഡ് മാനേജീരിയൽ എക്കണോമിക്സ്? വാട്ട് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ എക്കണോമിക്സ് ആൻഡ് മാനേജീരിയൽ എക്കണോമിക്സ്? നെക്സ്റ്റ് വൺ ഈസ് എക്കണോമിക്സ് ആൻഡ് മാനേജീരിയൽ എക്കണോമിക്സ് ആണ്. നോക്കാം. വാട്ട് ആർ ദ ഡിഫറൻസ്? ഡിഫറൻസ് ബിറ്റ്വീൻ എക്കണോമിക്സ് ആൻഡ് മാനേജീരിയൽ എക്കണോമിക്സ്. ദെൻ നിങ്ങൾക്കറിയാം എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു വൈഡർ കോൺസെപ്റ്റാണ്. മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു നാരോവർ കോൺസെപ്റ്റാണ്. ദെൻ എക്കണോമിക്സ് ഫോർമുലേറ്റ് ലോ. ദെൻ ഫസ്റ്റ് ഡിഫറൻസ് ഈസ് എക്കണോമിക്സ് ഫോർമുലേറ്റ് ലോ. നിയമങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. ഫോർമുലേറ്റ് ലോ, നിയമങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഫോർമുലേറ്റ് ലോ ഇവിടെ അപ്ലൈസ് such law for decision making. ഞാനിത് ചെറിയ രീതിയിലാണ് എഴുതി തരുന്നുള്ളൂ. ഡിസിഷൻ മേക്കിംഗ് ഒരു നോട്ട്ബുക്ക് എടുത്ത് വെച്ചിട്ട് അതൊക്കെ കുറിച്ച് വെക്കുകയും ചെയ്യാം. ദെൻ ഫസ്റ്റ് വൺ ഈസ് ഫോർമുലേറ്റ് ലോ. എക്കണോമിക്സ് ക്രിയേറ്റ്സ് ലോ. ദെൻ മാനേജീരിയൽ എക്കണോമിക്സ് അപ്ലൈസ് സച്ച് എ ലോ ഫോർ ഡിസിഷൻ മേക്കിംഗ്. അത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. ദെൻ എക്കണോമിക്സ് ഈസ് ബോത്ത് മാക്രോ ആൻഡ് മൈക്രോ. ഇവിടെ മൈക്രോ ഇൻ നേച്ചർ. അപ്പോൾ എന്താ ഫോർമുലേറ്റ് ലോസ്. സെക്കൻഡ് വൺ ഈസ് economics both macro and micro in nature. Then managerial economics is micro in nature. Then both positive and normative science. Economics is positive and normative. Same time managerial economics എന്ന് പറയുന്നത് normative in nature. അപ്പോൾ തേർഡ് വൺ ഡിഫറൻസ് എന്താ? ദെൻ എക്കണോമിക്സ് ഈസ് പോസിറ്റീവ് ആൻഡ് നോർമാറ്റീവ് ഇൻ നേച്ചർ. ദെൻ മാനേജീരിയൽ എക്കണോമിക്സ് ഈസ് നോർമാറ്റീവ് ഇൻ നേച്ചർ. നോർമാറ്റീവ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ നോർമൽ സയൻസ്. ദെൻ ഫോർത്ത് വൺ ഈസ് ഡീൽസ് വിത്ത് തിയററ്റിക്കൽ ആസ്പെക്റ്റ്. theoretical aspects. Theoretical aspect deals with practical aspects. Deals with practical aspect. Deals with theoretical aspect, deals with practical aspect. കുട്ടികൾ ക്ലിയർ ആവുന്നില്ലെങ്കിൽ അത് വ്യക്തമായിട്ട് എഴുതുക. ദാറ്റ് മീൻസ് തിയററ്റിക്കൽ ആസ്പെക്റ്റ് ആണ്. അതുപോലെ തന്നെ അതായത് എക്കണോമിക്സ് എന്ന് പറയുന്നത് തിയററ്റിക്കൽ ആസ്പെക്റ്റ് ആണ്. സെയിം ടൈം മാനേജീരിയൽ എക്കണോമിക്സ് ഇസ് എ ഡീൽസ് വിത്ത് പ്രാക്ടിക്കൽ ആസ്പെക്റ്റ്. ദെൻ ഇറ്റ് both the firm and individual. The next one is it studies human behavior. It studies
It studies human behavior. Human behavior. Human behavior. It studies managerial. It studies managerial behavior. It studies managerial behavior. Managerial behavior. Then last one is wide scope. Wide scope. Then ഇവിടെ limited scope. Limited scope. These are the difference between difference between economics and managerial economics. അപ്പോൾ ഒരു പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെയാണ് നമ്മളോട് ചോദിക്കുന്നത് വെച്ചാൽ വാട്ട് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ എക്കണോമിക്സ് ആൻഡ് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ആദ്യം ഇതിനൊരു ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുക്കണം. വാട്ട് ഈസ് മെൻ ബൈ എക്കണോമിക്സ്. ദെൻ നെക്സ്റ്റ് ഡെഫിനിഷൻ എന്ത് കൊടുക്കണം, വാട്ട് ഈസ് മെൻ ബൈ മാനേജീരിയൽ. ഇത് രണ്ടും ഓരോ പാരഗ്രാഫായിട്ട് നിങ്ങൾ എഴുതാം. ദെൻ വാട്ട് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ എക്കണോമിക്സ് ആൻഡ് മാനേജീരിയൽ എക്കണോമിക്സ്. എക്കണോമിക്സ് എന്ന് പറയുന്നത് ഇതൊക്കെ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ തിയററ്റിക്കൽ ആസ്പെക്റ്റ്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് എക്കണോമിക്സ് ഫോർമുലേറ്റ് ലോ, ചില നിയമങ്ങളാണ് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ലോ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇറ്റ് അപ്ലൈസ് സച്ച് ലോസ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഇറ്റ് അപ്ലൈസ് സച്ച് ഈ നിയമങ്ങളൊക്കെ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് മാനേജീരിയൽ എക്കണോമിക്സിനെ ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ഇറ്റ് അപ്ലൈസ് സച്ച് ലോസ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. Then economics both micro and macro in character. That means managerial economics law, it is micro in character, micro in nature. The next one is economics is a positive and normative science, such as managerial economics is a normative science. The next one is economics deals with theoretical aspects. Economics, managerial economics deals with practical aspect. Then fifth one is it studies human behavior. It studies human behavior. It managerial behavior. It studies managerial behavior also. ഇവിടെ മാനേജ്മെൻറ്റിൻ്റെ ബിഹേവിയറിനെ കുറിച്ചിട്ടാണ് കൂടുതലും മാനേജീരിയൽ എക്കണോമിക്സ് പഠിപ്പിക്കുന്നത്. മാനേജീരിയൽ ബിഹേവിയർ ആണ്. ദെൻ എക്കണോമിക്സ് ഈസ് എ വൈഡ് സ്കോപ്പ്. Then managerial economics is a limited scope or narrower concept എന്നൊക്കെ പറയാം. These are the difference between economics and managerial economics. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്തൊക്കെയായിരുന്നു? What are the features of managerial economics and what are the difference between managerial economics and economics? നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു all.